Hello, welcome back to another episode of Shahnaz in Wonderland. ഹാപ്പി വാലന്റൈൻസ് ഡേ. ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ യൂട്യൂബ് വീഡിയോസ്. ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും ആഘോഷങ്ങളാണ് വാലന്റൈൻസ് ഡേ. പക്ഷേ വാലന്റൈൻസ് ഡേ ഇസ് ഫോർ റൊമാൻറ്റിക് പീപ്പിൾ. എല്ലാ ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ റൊമാൻസ് ഉണ്ട് അല്ലേ? റൊമാൻസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾ, വലിയ ആൾക്കാർ, ഏജ്ഡ് ആൾക്കാർ. ഞാൻ ഒരു റൊമാൻറ്റിക് ഫൂളാണ് ശരിക്കും. എൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ഫുൾ റൊമാൻസാണ്. പക്ഷേ ഏജ് നോക്കണ്ട. 16-17 വയസ്സ് കഴിഞ്ഞിട്ട് അത് അവിടെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. റൊമാൻസ് ഇൻസൈഡിൽ നല്ല റൊമാൻറ്റിക് ആണ്. റൊമാൻസേ ഉള്ളൂ, റൊമാൻറ്റിക് മൂവീസേ ഇഷ്ടമുള്ളൂ, റൊമാൻറ്റിക് സ്റ്റോറീസേ ഇഷ്ടമുള്ളൂ. പക്ഷെ റൊമാൻസ് എന്ന് പറയുമ്പോൾ ഈ വാലന്റൈൻസ് ഡേനെ പോലെ ഒരു ഫിക്സ്ഡ് ഡേ വേണമെന്നൊന്നുമില്ല. മനുഷ്യന് എപ്പോഴും റൊമാൻറ്റിക് ആവാം അല്ലേ? ഞാൻ എപ്പോഴും ഹാർട്ടിൽ നിന്നാണ് ചിന്തിക്കുക, ഹെഡിൽ നിന്ന് ചിന്തിക്കാറില്ല. ഹെഡിൽ നിന്ന് ചിന്തിച്ചാൽ അത് കുഴപ്പമാവും. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ചിന്തിക്കുന്ന ആണ് എൻ്റെ ഒരു ഇത്. അതൊക്കെ ആയിരിക്കും റൊമാൻറ്റിക് പീപ്പിളിൻ്റെ ഒരു ഇത്. പക്ഷേ ഈ വാലന്റൈൻസ് ഡേ ഒരു ഫിക്സ് ചെയ്ത് വെച്ച് പിന്നെ അതിന് ഗിഫ്റ്റ്സ് കൊടുക്കുക, അതിന് വരെ അത് ഒരു റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ എന്താ, വാലന്റൈൻസ് ഡേ കൊമേഴ്ഷ്യലൈസ് ആയിപ്പോയിട്ടുണ്ട്. അത് ശരിക്കും ഒരു റൊമാൻറ്റിക് ഫീലല്ല, അതൊരു രസമില്ല. ശരിക്കും റൊമാൻസ് എന്ന് പറയുമ്പോൾ ഉള്ളിലായിരിക്കണം. ഒരാളെ കാണുമ്പോൾ ഒരാളോട് നമുക്ക് ഹാർട്ട് കണക്റ്റ് ആവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഐസൈറ്റ് കണക്റ്റ് ആവുക. ഷാറുഖ് ഖാൻ്റെ മൂവീസിലൊക്കെ കാണിക്കുന്ന പോലെ ഒരാളെ കാണുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് മ്യൂസിക് വരുന്ന പോലെ തോന്നുക. അത്ര ഒന്നും ഇല്ലെങ്കിലും അതൊക്കെയാണ് ശരിക്കും റൊമാൻസ്. അപ്പോൾ എന്തായാലും നടക്കട്ടെ. റൊമാൻറ്റിക് ഡേ ടു ഓൾ. എൻജോയ് യുവർ വാലന്റൈൻസ് ഡേ. ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ട് അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോയി. എന്നാലും അതായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ, എൻജോയ്.